റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ. ആരാരും വാഴ്ത്തും സോദര ആരംഭ പേർ ഹസൻ ഹുസൈൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ വിശുദ്ധ വഫാത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ തല താഴേക്ക് വെച്ചു. മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട് അലമുറയിലാണ്. എല്ലാ കുട്ടികളും കരയുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഒരു മൂലയിൽ ഇരുന്നിട്ട് തേങ്ങി വിതുമ്പി കരയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജാദിയുടെ അടുക്കിലേക്ക് നടന്നു. സഹോദരൻ്റെ ഭാര്യയോട് ചോദിച്ചു, പറ, നീയല്ലേ വിഷം ചേർത്തത്? അതെ. ആരാണ് നിനക്കത് പ്രചോദനം നൽകിയത്? ജാഫറാണ്. ഏത് ജാഫർ? എൻ്റെ സഹോദരൻ. എൻ്റെ സഹോദരൻ നൽകിയ വിഷമാണ് ഞാൻ ഹസന് കൊടുത്തത്. പറഞ്ഞപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവൻ എവിടെയാ ഉള്ളത്? അവൻ മദീന വിട്ട് പോയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി തൻ്റെ മുറിയിലേക്ക്. ആ തൻ്റെ മുറിയിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ച പരിശുദ്ധമായ ദുൽഫുഖാർ വാളെടുത്തു. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ഹുസൈൻ ഏറ്റെടുത്ത ആ വിശുദ്ധ വാൾ ദുൽഫുഖാർ അതിങ്ങോട്ടെടുത്തു. എടുത്തിട്ട് ആ വാളിങ്ങ് ഉറയിൽ നിന്ന് വലിച്ചൂരെടുത്ത് തിരിച്ചങ്ങട്ടനിട്ടൂന്നാ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാൻ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ജാഫറിനെ ഞാൻ കണ്ടുപിടിക്കും. നേരം വെളുക്കുമ്പോഴേക്ക് അവന്റെ കഥ ഞാൻ കഴിക്കും. എന്നിട്ടാ പോണത്. വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി കിടന്ന് നടക്കുകയാണ്. എവിടെയാണ് അവൻ എന്നറിയാൻ പാതിരാത്രിയിൽ നടക്കുമ്പോഴാണ് പെട്ടെന്ന് വീട്ടിന്റെ പിൻഭാഗത്ത് കൊണ്ട് ഒരാൾ വന്നിട്ട് ഹുസൈന്റെ ചുമലം കെട്ട് പിടിച്ചു വലിച്ചു. ഏയ് ഹുസൈൻ, എങ്ങട്ടാ പോണ? നീ എവിടേക്കാ പോന്നത്? എനിക്ക് അവനെ കൊല്ലണം. ജാഫറിനെ ഞാൻ കൊല്ലും. എന്തിന്? ജാഫറിനെ കൊല്ലാൻ നിനക്ക് ആരാണ് അവകാശം നൽകിയത്? ജാഫറിനെ കൊല്ലാൻ നിനക്ക് എന്റെ അവകാശമാണുള്ളത്. ഭരണകൂടമാണ് അവനെ ശിക്ഷിക്കേണ്ടത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഭരണകൂടത്തിന്റെ ആളാണ് കൊല്ലാൻ വിട്ടത്. പിന്നെ അവനെ ഭരണകൂടം കൊല്ലുക? അത് അവനും അല്ലാഹുവുമായി തീർക്കേണ്ട കണക്കാണ്. നീ നടക്കകത്തേക്ക്. നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടില്ലേ? എന്ത്? ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഉദാത്തമായ കഴിവുള്ളവൻ അല്ലാഹുവാണെന്ന്. അതുകൊണ്ട് അത് അല്ലാഹുവിലേക്ക് വിട്. തിരിച്ചു നടക്കുന്ന ഈ അകത്തേക്ക്. ഹുസൈൻ പൊട്ടിക്കരഞ്ഞു പോയി. ആ മനുഷ്യന്റെ മുന്നിൽ ആരാണ് പറഞ്ഞത്? ആണത്തത്തോടെ പറഞ്ഞ പെണ്ണാരാണ്? അതാണ് ഒരു പെണ്ണ്. പെണ്ണാണ് പറഞ്ഞത്, ഒരാണുമല്ല. പക്ഷെ ആണത്വമാണ് പെണ്ണിന്റെ കൽബിൽ എന്നുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, രണ്ടുപേരുടെയും സഹോദരി സൈനബ് ബിബിയാണ്. സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ്, ചരിത്രത്തിൽ സൈനബിന് ഒരു പേരുണ്ടല്ലോ, ജബലുസ് സബർ എന്ന്. ജബലുസ് സബർ, ക്ഷമയുടെ പർവ്വം, ക്ഷമയുടെ പർവ്വതം എന്നറിയപ്പെടുന്ന ചരിത്രത്തിലെ ഏക വനിതയാരാ? അത് സൈനബാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരി. പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കൊല്ലാൻ നിനക്ക് അവകാശമില്ല, അത് അവര് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവരും അല്ലാഹുവും തമ്മിൽ കണക്ക് തീർത്തോട്ടെ. നിന്റെ പ്രിയപ്പെട്ടയും എന്റെ ഈ സഹോദരനായ ഹസനെ മറവ് ചെയ്യുക എന്നതാണ് നമ്മുടെ കർമ്മം. പിറ്റേന്ന് നേരം വെളുത്തു. മദീന പട്ടണം ആകെ ശോകമുഖമാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ജനത ഇങ്ങനെ കരഞ്ഞ മറ്റൊരു വഫാത്ത് ഉണ്ടായിരുന്നില്ല ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് പോലെ എന്ന് ചരിതം എഴുതി വെച്ചു. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് പേര് ഷഹീദായിട്ടുണ്ട്, ഒരുപാട് പേര് വഫാത്തായിട്ടുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നായകന്മാരടക്കം, അലി റളിയല്ലാഹു അൻഹു പക്ഷേ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് മദീന പൊട്ടി കരഞ്ഞ പോലെ ചരിത്രത്തിൽ റസൂലുള്ളാഹിക്ക് ശേഷം മദീന കരഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സത്യത്തിൽ നബി കുടുംബത്തെ ദുഃഖത്തിലാക്കി. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോണത്. എല്ലാ ജോലിയും ആ പാവം മനുഷ്യൻ ഒറ്റക്ക് ചെയ്യും, എന്നിട്ട് പ്രവാചക കുടുംബത്തെ പോറ്റും. അങ്ങനെയുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നബി കുടുംബത്തെ മുഴുവൻ പട്ടിണിയിലാഴ്ത്തി. ജീവിക്കാൻ വകയില്ലാത്തൊരു ഗതികേടിലേക്ക് റസൂലുള്ളാഹിന്റെ കുടുംബം പോവുകയാണ്. പിന്നെ ആകെ ആശ്രയം ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ്. ഒരു മനുഷ്യന് എത്ര പറ്റും ഒരു കുടുംബത്തെ മുഴുവൻ നോക്കാൻ? അപ്പോഴാണ് ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മാലിഹാൻ എന്ന് പറയുന്ന ആ പെൻഷന്റെ അത് നിർത്തൽ ചെയ്ത യസീദിന്റെ ക്രൂരത ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലും ഓർത്തത്. തന്റെ കുടുംബത്തിന് ജീവിക്കാൻ മഹാനായ മുആവിയ റളിയല്ലാഹു നൽകിയ ആ മാലിഹാൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്ര മാത്രം കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു പോയി ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ മുആവിയ കാലഗതി അടഞ്ഞിരിക്കുന്നു. മുആവിയുടെ പ്രിയപ്പെട്ട മകനാണ്, അറേബ്യയുടെ ഭരണാധികാരി. ഒരു നീതിയും പുലരില്ല, ഒരു നീതിയും കിട്ടില്ല എന്ന ഒറ്റ കർമ്മം അല്ലെങ്കിൽ ആ വാക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അങ്കുരിച്ചു. മദീനയിൽ ജീവിക്കാൻ കഴിയണില്ല. ജനങ്ങൾ മുഴുവൻ വന്നിട്ട് വല്ലാത്തൊരു സങ്കടവും മടങ്ങേറുമാക്കാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തെ കൂട്ടിയിട്ട് സിറിയയിലേക്ക് പലായനം ചെയ്ത് കളഞ്ഞു. സിറിയയിൽ പോയി കുറച്ച് സമാധാനത്തിൽ നിൽക്കട്ടെ. മദീനത്തേക്കും ആകെ വിഷമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് മദീനയിൽ മറക്കാൻ പറ്റണില്ല. മദീനയിൽ കാണുമ്പോ ആ ഖബർ കാണുമ്പോ പൊട്ടിക്കരഞ്ഞു പോണ്. തൽക്കാലം ആ വേദന എന്ന് മറക്കട്ടെ എന്ന് കണക്കൂട്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് സിറിയയിലേക്ക് പോയി, ഷാമിലേക്ക് പോയി. പക്ഷേ
യസീദിന്റെ ദുർഭരണത്തിൽ മനമെടുത്ത കുഫക്കാർ തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സിറിയൻ പട്ടണത്തിലേക്ക് 1000-ൽ പരം കത്തുകൾ അയച്ചു. ഒരൊറ്റ കത്തിനും മുസ്ലിം മറുപടി ചെയ്തില്ല. ഒരു കത്തിനും. കാരണം കൂഫക്കാർ ചതിയന്മാരാണ്. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു പേരുണ്ട് അവർക്ക്. അതുകൊണ്ട് ഒരു കത്തിനും മറുപടി ചെയ്തില്ല. ഉസൈർ റളിയല്ലാഹു അൻഹു സിറിയയിൽ അവർ താമസിക്കാൻ വിടുന്നില്ല എന്ന് കണ്ടപ്പോ ഉസൈർ റളിയല്ലാഹു അൻഹു കുടുംബത്തോടെ പരിശുദ്ധ മക്കയിലേക്ക് പലായനം ചെയ്തു. റസൂലുള്ളാഹിന്റെ പെറ്റ നാട്ടിലേക്ക്, ആ പ്രസവിക്കപ്പെട്ട നാട്ടിലേക്ക് ഉസൈർ റളിയല്ലാഹു അൻഹു കുടുംബത്തെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ മക്ക പട്ടണത്തിലെത്തിയപ്പോ മക്കയുടെ ഗവർണർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ രാജോചിതം സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഹുസൈനെ, ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. ഞാൻ ഈ ഗവർണർ പദവി ഒഴിവാക്കി തരാം. ആ ഗവർണർ പദവിയിലേക്ക് താങ്കൾ ഞാൻ അവരോധിക്കാം. ഈ മക്കാർ മുഴുവൻ നിങ്ങളെ ബൈഅത്ത് ചെയ്യും. ഈ മക്കയുടെ ഗവർണറായി നിങ്ങൾ ഇരിക്കണം. ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഭരണവും അധികാരവും എനിക്ക് വേണ്ട. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അറേബ്യയുടെ ഭരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മുആവിയുടെ കയ്യിൽ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടല്ലോ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ജനിച്ച വിശുദ്ധ മണ്ണിൽ, ഈ പരിശുദ്ധ മക്കയിൽ സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതമാണ്. അതെനിക്ക് കിട്ടണം. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കണ്ണു തോർത്തിക്കൊണ്ട് തിരികെ നടന്നു. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിന് മക്കത്ത് ജീവിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറുകയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആ മഹാമനുഷ്യന്റെ മഹാമനസ്കത കൊണ്ട്. പക്ഷേ കൂഫക്കാർ വിട്ടില്ല. സിറിയയിൽ ഉസൈർ റളിയല്ലാഹു അൻഹു കുടുംബം ഇല്ലാന്ന് കണ്ടപ്പോൾ അവര് അന്വേഷിച്ചു. മക്കത്താണ് ഹുസൈൻ എന്ന് പറഞ്ഞപ്പോ കത്ത് മക്കയിലേക്ക് എഴുതി. 1001-ാമത്തെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് അവര്. കത്ത് എഴുതിയത് ഹസ്രത്ത് ഹുർ റളിയല്ലാഹു അൻഹു ആണ്. ആ കത്തുമായി ഒരു ദൂതൻ മക്ക പട്ടണത്തിലേക്ക് തിരിച്ചുപോയി. മക്കത്ത് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചു വീട്ടിന്റെ കത്ത് കൊണ്ടുപോയി കൊടുത്തു. ഹുറിന്റെ കൈപ്പടയിൽ കൂഫക്കാർ ഒന്നടങ്കം ഒപ്പിട്ട കത്ത് ഹുസൈന്റെ കയ്യിൽ എടുത്ത് പറച്ചു. ആ കത്തുമായി ഉസൈർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ കഅബാലയത്തിലേക്ക് വന്നു. കരളിന്റെ കാരണായ ഹുസൈൻ വായിച്ചറിയാനായി കത്തുന്ന് കൂഫക്കാരും കുറിച്ചിടുന്നേ. ഈ കത്തും ലഭിച്ചിട്ട് വന്നു രക്ഷ തന്നില്ലെങ്കിൽ ഇറയോനിൽ അന്ത്യനാളിൽ ജവാബോധേണം. ആപത്തും കുറക്കാനായി അരിമപ്പൂ നബിയുള്ള ഊതിയ കഥ നിങ്ങൾ അറിഞ്ഞിടണം. ആഖിറ നാളിലല്ല തിരുമുമ്പിൽ ഒരുമിച്ച ആദിയാൽ മറുപടി പറഞ്ഞിടണം. കരളിന്റെ കാരണായ ഹുസൈൻ വായിച്ചറിയാനായി കത്തുന്ന കൂഫക്കാരും കുറിച്ചിടുന്നേ. ഈ കത്തും ലഭിച്ചിട്ട് വന്നു രക്ഷ തന്നില്ലെങ്കിൽ ഇറയോനിൽ അന്ത്യനാളിൽ ജവാബോധേണം. ആ കത്ത് അങ്ങനെയാണ്. ഉസൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അവർ എഴുതിയ കത്ത്, പ്രിയപ്പെട്ട ഹുസൈനെ, 1000-ൽ പരം കത്തുകൾ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി. യസീദിന്റെ ദുർഭരണത്തിൽ ഞങ്ങൾ ആകെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ദുർഭരണമാണ്. കള്ളുകുടിയും അരാജകത്വവും രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. കൂഫക്കാർ വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ എഴുത്ത് കിട്ടിയിട്ട് കൂഫയിലേക്കൊന്ന് വരണം. ഇല്ലെങ്കിൽ ഇതിനൊരു മറുപടി അങ്ങ് തരണം. 1000-ൽ പരം കത്തുകൾ നിങ്ങൾക്ക് എഴുതിയിട്ടും ഒരു മറുപടി തന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞങ്ങൾ കത്തെഴുതില്ല. ഇത് അവസാനത്തെ വാക്കാണ്. ഈ കത്ത് നിങ്ങൾ വായിക്കണം. ഈ കത്തിൽ അവരെന്തെഴുതി? അവർ പറഞ്ഞു, നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബായ നിങ്ങളുടെ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ മുന്നിലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി പറയും. ഞങ്ങൾ ക്രൂശിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ വേദനിക്കുമ്പോൾ, ഞങ്ങൾ വിഷമിക്കുമ്പോൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല, ഞങ്ങളെ സംരക്ഷിച്ചില്ല എന്ന് നിങ്ങൾക്കെതിരെ ഞങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെ മുന്നിൽ പരാതി പറയും നാളെ മഹ്ശറയിൽ എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങളൊരു കത്തും എഴുതില്ല. ഈ കത്ത് ഒടുക്കത്തെ കത്ത. ഹുർ റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പടയിൽ കൂഫക്കാർ മുഴുവൻ ഒപ്പിട്ട വലിയ കത്ത് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ നിന്ന് പറിച്ചു. മൂപ്പരെ കത്തുമായി പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോയി. വിശുദ്ധ കഅബയുടെ കല്ല് പിടിച്ചിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണ്. അപ്പോഴാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ മുസ്ലിമിൻ ഉഹൈൽ റളിയല്ലാഹു അൻഹു കാണുന്നത്. നിസ്കാരം കഴിഞ്ഞ മുസ്ലിം റളിയല്ലാഹു അൻഹു മെല്ലെ നടന്നിട്ട് കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് കരയുന്ന ഹുസൈൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടി. റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് മുസ്ലിമിൻ ഉഹൈൽ റളിയല്ലാഹു അൻഹു. തോളത്ത് തട്ടിയപ്പോൾ മൂപ്പര് കരഞ്ഞോട് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്തേ മോനെ, എന്തിനാ നീ കരയണത്? എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ കഅബത്തിന്റെ കല്ല് പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയണത്? പെട്ടെന്ന് ഈ കത്തങ്ങോട്ട് കൊടുത്തു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. മുസ്ലിം റളിയല്ലാഹു അൻഹു കഅബത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കത്ത് വായിച്ചു. എന്നിട്ട് തോളത്ത് തട്ടി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ കത്ത് കണ്ടിട്ടാണോ നീ കരയണത്? കരയേണ്ട ആവശ്യമൊന്നുമില്ല. കുഫക്കാര കത്തല്ലേ,
ചതിയന്മാരാ, വഞ്ചകര. നിങ്ങളുടെ ഉപ്പാനെ ചതിച്ച പാരമ്പര്യം കൂഫക്കാർക്കുണ്ട്. അതുകൊണ്ട് ചതിയന്മാരുടെ വഞ്ചകരുടെ നാടെന്ന് നിങ്ങളുടെ പിതാവ് അലിയാറിനെ വിളിച്ച ആ നാട്ടിലെ കത്തുകൾ നിങ്ങൾ എന്തിനാ ബേജാറാവുന്ന കാര്യമൊന്നും വേണ്ട. അവർ ചതിയന്മാരാണ്, കൂഫക്കാർ ചതിയന്മാരാണ്. 1400 വിളിച്ച പേര് ഇന്നും അനർത്ഥമാക്കി അവര്, ഇന്നും അനർത്ഥമാക്കി മാറ്റി അവര്. എന്നിട്ടോ അവര് ചതിച്ച അവരുടെ കൂഫക്കാരുടെ ചതിയുടെ ഏറ്റവും വലിയ ഉദാഹരണല്ലേ സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടത്. സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ടത് അങ്ങനെയാണ്. കൂഫയുടെ അടുത്താണല്ലോ തിഗ്രീത്ത് സദ്ദാമിന്റെ നാട്. കൂഫക്കാരുടെ ചതിയും വഞ്ചനയും കൊണ്ടാണ് യാങ്കിപ്പടയുടെ തൂക്കുമരത്തിന്റെ മേലേക്ക് ഈ നൂറ്റാണ്ടിന്റെ നായകനായ സദ്ദാം കയറിപ്പോകേണ്ടി വന്നത്. അപ്പൊ കൂഫക്കാർക്ക് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് തന്നെ ചതിയന്മാർ എന്ന പേരുണ്ട്. ആ ചതിയെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അവര് ഇപ്പോൾ കഥ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പോണ്ട. ഹുസൈൻ റളിയല്ലാഹു പറഞ്ഞു, മുസ്ലിം റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെ കത്ത് വായിച്ചില്ലേ? അവരെ കത്തിൽ പറഞ്ഞ വാക്ക് കണ്ടില്ലേ? എന്താ കത്തിലെ വാക്ക്? നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിലും റസൂലുള്ളാഹിന്റെ മുന്നിലും എനിക്കെതിരെ പരാതി പറയുമെന്നാണ്. അങ്ങനെ അവര് പരാതി പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി അവരോട് പറയാ? അള്ളാഹിനോടൊന്ന് മറുപടിയാ ഞാൻ പറയാ. അതുകൊണ്ട് എനിക്കൊന്ന് കൂഫയിലേക്ക് പോകണം. ഞാൻ പോകും, എന്ത് സംഭവിച്ചാലും തിരക്കടില്ല, എനിക്ക് പോയേ പറ്റൂ. പോകുമെന്ന് ഉറപ്പുള്ളപ്പോ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോണ്ട, ഞാൻ പോയിട്ട് അനുമതി തന്നാൽ ഞാനും ചെന്നിടാം കൂഫയിൽ നേരെ. അനുമതി തന്നാൽ ഞാനും ചെന്നിടാം കൂഫയിൽ നേരെ. ആദരത്താലോദാ ദ്രോഹത്തിന്റെ കാറ്റാണ് പൊന്നോലെ. ക്രൂരൻ യസീദും പക്ക ചെയ്തികളാലെ കൂഫയിൽ ദ്രോഹത്തിന്റെ കാറ്റാണ് പൊന്നോലെ. അതിനാൽ നിങ്ങൾ പോണ്ട, ഞാൻ പോയി വിവരം നൽകാം. ആദർശത്തിനായി പട പിന്നീടൊന്നായി നീങ്ങാം. ആദരത്താലോദാ ഹുസൈൻ അലിയായോരേ. അനുമതി തന്നാൽ ഞാനും ചെന്നിടാം കൂഫയിൽ നേരെ. ആദരത്താലോദാ. മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോണ്ട, തൽക്കാലം ഞാൻ പോകാം. ചതിയന്മാരായ കൂഫക്കാരുടെ ഇടയിലേക്ക് ഞാൻ പോയിക്കോളാം. ഞാൻ പോയിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പഠിക്കട്ടെ കൃത്യമായിട്ട്. അവരെ കത്ത് കണ്ടിട്ട് നിങ്ങൾ പോണ്ട. അവരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ അറിയിക്കും വിവരം നിങ്ങളെ. എന്റെ കത്ത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ മക്കത്തുനിന്ന് കൂഫയിലേക്ക് വരാവൂ എന്ന് പറഞ്ഞു. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു സമാധാനമായി. കാരണം ഏതായാലും വിവരം അറിയാൻ ഒരു പ്രതിനിധി അയക്കുന്നുണ്ടല്ലോ. മൂപ്പര് പറഞ്ഞെങ്കിൽ നിങ്ങൾ പോയിട്ട് വിവരം അറിയിക്കുക, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉടനെ പുരയിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് തൻ്റെ ഭാര്യയെ വിളിച്ചു, ഫാത്തിമാനെ വിളിച്ചു. മുസ്ലിം റളിയല്ലാഹുവിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമയാണ്. ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, ഞാനൊരു യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഫാത്തിമ വെച്ച് എങ്ങോട്ട്? കൂഫയിലേക്ക്. കൂഫ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റബ്ബേ, ചതിയന്മാരെ നാട്ടിലേക്കോ? അപ്പോൾ പറഞ്ഞു, ചതിയന്മാരെ നാടായാലും തിരക്കേടില്ല, ഹുസൈൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞു. പിന്നെ ഫാത്തിമ ഒരു അക്ഷരം മിണ്ടിയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ പ്രതിനിധിയായി പോവുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വേണ്ടി പോവുക. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആളായിട്ട് പോവുക, അത് ഉറപ്പാ. അപ്പോൾ പിന്നെ ഫാത്തിമ വേറൊന്നും മിണ്ടിയില്ല. അങ്ങനെ മുസ്ലിം റളിയല്ലാഹു അൻഹു യാത്രക്കുള്ള ഒരുക്കത്തില്ല. മൂപ്പർക്ക് 2 മക്കളുണ്ട്, മുഹമ്മദും ഇബ്രാഹിമും. 9-11 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ. ആ 2 മക്കള് കളിക്കുന്നിടത്ത് ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഉപ്പ ഒരു യാത്ര പുറപ്പെടാനുള്ള തീരുമാനത്തിലാണ്. മക്കൾ ചോദിച്ചു, ഉപ്പ എങ്ങോട്ടാ പോണ്? ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, മക്കളെ, ഞാൻ കൂഫയിലേക്ക് പോവാണ്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ മക്കള് 2 കയ്യാണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളും വരുന്നു. എന്ത്? ഞങ്ങളും വരുന്നു. ഉപ്പാനോട് പറയാണ്, ഞങ്ങളും നിങ്ങളെ കൂടെ വരുമെന്ന്. ഉപ്പ പറഞ്ഞു, എന്തിന്? ഞങ്ങൾക്ക് ആ നാടൊന്ന് കാണണം, ഞങ്ങളും വരും. ഒരു തരത്തിൽ കുട്ടികൾ വിടുന്നില്ല. മുസ്ലിം റളിയല്ലാഹു അൻഹു ഫാത്തിമനെ വിളിച്ചു, ഫാത്തിമ, ഈ മക്കളങ്ങോട്ട് പിടിച്ചു വെക്ക്, ഞാൻ പോവാണ്. ഫാത്തിമ ഭർത്താവിനെ യാത്രയേക്കാണ്. കണ്ണങ്ങനെ നിറയുന്നുണ്ട്. കാരണം പോണത് കൂഫയിലേക്കാണെന്ന് അറിയാതുകൊണ്ടാ. മക്കളാണെങ്കിൽ ഒരു തരത്തിലും വിടുന്നില്ല. ഞങ്ങൾ വരും. ഫാത്തിമ പിടിച്ചപ്പോഴും കുട്ടികൾ ഉമ്മാനോട് കരഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ പോകും ഉമ്മ, ഉപ്പാന്റെ കൂടെ ഞങ്ങൾ പോകും. ഒരു തരത്തിലും മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്ത വിഷമം. മക്കളിങ്ങനെ കരയാണ്. നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. മക്കൾ കരഞ്ഞാൽ നമുക്ക് എവിടെയും പോകാൻ തോന്നില്ല. ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും.
ടെൻഷൻ ഇല്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട്. അത് മക്കളെ കൈ പിടിച്ചിട്ട് ടാറ്റ പറയിപ്പിക്കും. ഉപ്പ പോകുമ്പോൾ ഗൾഫിലേക്ക് വന്ന് ഉപ്പാനോട് കണ്ടില്ല, നിങ്ങൾ ചില പെണ്ണുങ്ങൾ ടാറ്റ പറയിപ്പിക്കുന്നു. ടാറ്റ എന്തേ പറയുന്നറിയോ? 5 കൊല്ലത്തേക്ക് ഇങ്ങ് വരണ്ട. പിന്നെന്താ പറയുന്നത്? 5 കൊല്ലത്തേക്ക് ഈ ബൈക്ക് ഇങ്ങ് വരണ്ട, നോക്കുമ്പോൾ അടുത്തിട്ടുണ്ട്, പൈസയും ഡ്രാഫ്റ്റും മാത്രം അയക്കുക, വരണ്ട. എൻ്റെ പെണ്ണുങ്ങളെ ഭർത്താവ് ഇറങ്ങി പോകുമ്പോൾ പരസ്പരം സലാം പറഞ്ഞിട്ട് പോ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോ. അള്ളാഹുവിന്റെ രക്ഷയിൽ നിർത്ത്. പരസ്പരം ഭാര്യയെ ഭർത്താവ് നിർത്ത്, ഭർത്താവ് ഭാര്യയെ നിർത്ത്. പടച്ചോന്റെ രക്ഷയിൽ നിർത്തിയിട്ട് പോ. അതല്ലാണ്ട് ഒരു രക്ഷയും നമുക്ക് ഉണ്ടാവൂല. ഒരു ഗുഡ് മോർണിംഗ് നമ്മളെ സലാം നോക്കൂല. ഉപ്പ മരിച്ചു പോകുന്നവനോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓൻ്റെ ചവിട്ട് കിട്ടും നമുക്ക്. ഓനിക്കെന്ത് നല്ല പ്രഭാതം. ഉപ്പ മരിച്ചിട്ട് മയ്യത്ത് അടക്കടത്തിയിട്ട് വിവരം അറിയിക്കാൻ പോകുന്നവനോട് നല്ല പ്രഭാതം എന്ന് പറഞ്ഞാൽ ഓൻ്റെ ചവിട്ടല്ലേ നമുക്ക് കിട്ടുക. അതേസമയം മോനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ നോക്കി അള്ളാഹുവിന്റെ രക്ഷ നിന്നിൽ ഉണ്ടാവട്ടെ. എത്ര സമാധാനമുണ്ട്, എത്ര ഒരു കൽബ് കുളിർത്ത് പോകും മാന്യമായിട്ട് സലാം പറഞ്ഞാൽ. അപ്പോൾ സലാം പറഞ്ഞിട്ട് മൂപ്പരെ പോകാൻ കഴിയില്ല. അവസാനം മുസ്ലിം റളിയല്ലാഹു ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ ഒരു കാര്യം നീ ചെയ്യും. മക്കൾ ഇങ്ങനെ കരയുമ്പോൾ എനിക്ക് അവരെ ഒഴിവാക്കിയിട്ട് പോകാൻ തോന്നുന്നില്ല. നീ അവരെ കുളിപ്പിക്കുക. അവരെ കുളിപ്പിച്ചിട്ട് അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കും. ഫാത്തിമ കൊണ്ടുപോയി കുളിപ്പിച്ചു. ആ പെണ്ണ് അറിയുന്നില്ല തൻ്റെ മക്കളുടെ മയ്യത്ത് പോലും ഞാൻ കാണൂല എന്ന്. ആ മക്കളെ കൊണ്ടുവന്ന് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിപ്പിച്ചു. ഫാത്തിമ അറിയുന്നില്ല കഫംപുടവ പോലും എൻ്റെ മക്കൾക്ക് ധരിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടൂല എന്ന്. അതെ, രക്തപങ്കിലമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. 2 മക്കളുടെ കയ്യും പിടിച്ചിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചപ്പോൾ കൂഫക്കാർ കത്തെഴുതി കൊടുത്തയച്ച ദൂതൻ മസ്ജിദുൽ ഹറമിൽ കാത്തിരിക്കുകയാണ്. മുസ്ലിം റളിയല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് 2 മക്കളുടെ കയ്യും പിടിച്ച് വിശുദ്ധ കഅബാലയത്തിലേക്ക് വന്നു. തന്നെ കാത്തിരിക്കുന്ന കൂഫ ദൂതന്റെ കൂടെ കൂഫ പട്ടണത്തിലേക്ക് 2 മക്കളുടെ കയ്യും പിടിച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൂതന്റെ കൂടെ മുസ്ലിമും കൂഫ നാട്ടില് എത്തിയ നേരത്ത് നാട്ടാരോടി അരികില് കേട്ടവർ വന്നു ബൈഅത്ത് നേരില് ചൊന്നപ്പോളാനന്ദം കൽബിലായി വന്നു ഊഹയില്. ദൂതന്റെ കൂടെ മുസ്ലിമും കൂഫ നാട്ടില് എത്തിയ നേരത്ത് നാട്ടാരോടി അരികില് കേട്ടവർ വന്നു ബൈഅത്ത് നേരില് ചൊന്നപ്പോളാനന്ദം കൽബിലായി വന്നു ഊഹയില്. കൂഫ നിവാസികൾക്ക് എന്തൊരാനന്ദം, കൂതിച്ചെത്തി വന്നവർക്കായി എന്തൊരാഹ്ലാദം. അവരത് നേരിൽ പറയുകയാണ്, ആനന്ദത്തിരി കത്തുകയാണ്, അല്ലലുമാറും സമയമതാണ്. നിരവധി പൂങ്കിനാക്കൾ വിരിയുന്നല്ലോ, സുമധുര ഗീതകങ്ങൾ മൂളിടുന്നല്ലോ. നിരവധി പൂങ്കിനാക്കൾ വിരിയുന്നല്ലോ, സുമധുര ഗീതകങ്ങൾ മൂളിടുന്നല്ലോ. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പുറപ്പെട്ടു ദൂതന്റെ കൂടെ. മൂപ്പര് കൂഫയിലെത്തുമ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിൽ വന്ന വിവരം അറിഞ്ഞിട്ട് കൂഫക്കാർ ഒന്നടം കൂടുകയാണ് മുസ്ലിം എവിടെ താമസിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട്. മഹാനായ ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു താമസിക്കുന്നത്. ഹാനി റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ ശരീക്കബിനാകുകയും താമസിക്കുന്ന വീട്ടിൽ. അപ്പൊ ആ വീട്ടിലേക്ക് മുസ്ലിം റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ കൂഫക്കാർ ഒന്നടങ്കം ഓടി വന്നു. ഓരോ മിനിറ്റിനും ജനങ്ങൾ ഇങ്ങനെ കൂടാണ്. എല്ലാവരും വായിൽ ഒറ്റ വാക്കേ മുസ്ലിമേ, നിങ്ങൾ വിവരമറിയിക്കണം, മക്കയിലേക്ക് ഹുസൈനെ കൊണ്ടുവരണം, എന്നിട്ട് കൂഫയിൽ നിന്ന് തുടങ്ങണം. അറേബ്യൻ ഭരണാധികാരിക്കെതിരെ ഒരു ആഭ്യന്തര ലഹളക്ക് തുടക്കം കുറിക്കണം. ഇവിടെ നിന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളുടെ പിന്നിൽ ഉണ്ടാവും.
എന്നിട്ട് ദുഷ്ടഭരണം മാത്രം നടത്തുന്ന യസീദിന്റെ അധികാര വർഗത്തിനെതിരെ ഒരു രക്തരൂഷിത വിപ്ലവത്തിന് കൂഫയിൽ നിന്ന് തുടക്കം കുറിക്കണം. ഒരു ആഭ്യന്തര കലഹം ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടണം. അതിന് ഹുസൈൻ വരണം. ഹുസൈന്റെ നായകത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. നിങ്ങൾ അതുകൊണ്ട് ഹുസൈനെ വിവരമറിയിക്കും. മിനിറ്റുകൾക്കുള്ളിൽ ജനങ്ങൾ ഇങ്ങനെ ജനസമുദ്രമായി മാറുകയാണ്. ഹാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ വിളിക്ക് ഹുസൈനെ വിളിക്ക്. ഒറ്റ വാക്ക് ഇതാണ്, ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഹുസൈൻ അല്ലാണ്ട് പറ്റൂല. ഹുസൈനെ വിളിച്ചു കൊണ്ടുവാ. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ഇവരിങ്ങനെ കൂട്ടം കൂടി ദിവസങ്ങളുള്ള മുസ്ലിം ആദ്യം ഇവരെ വിശ്വസിച്ചില്ല. അത് കൂഫക്കാരാണ്, നമ്പാൻ പറ്റാത്ത ടീമാണ്. അതുകൊണ്ട് ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ ദിവസങ്ങൾ ഇങ്ങനെ കയ്യും തോറും ജനങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പറയാൻ, അവസാനം മുഴുവൻ ജനങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് തോന്നി ഇവർ സത്യത്തിൽ തന്നെയാണ് പറയുന്നത്, ഇവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ നാട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ യസീദിന്റെ ദുർഭരണം കൊണ്ട് അവർ പൊറുതിമുട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വന്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്. മഹാനായ മുസ്ലിം ഇബ്നു ഖൈർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി കളഞ്ഞു മക്കത്തേക്ക്. എന്നിട്ട് ഒരു ദൂതന്റെ കയ്യിൽ മക്കയിലേക്ക് കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. മുസ്ലിം റളിയല്ലാഹു അൻഹുവും മക്കളും കൂഫയിലാണ്. കത്തുമായി ആ ദൂതൻ മക്കത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അയാൾ അങ്ങനെ പോട്ടെ. മുസ്ലിം റളിയല്ലാഹു അൻഹു കൂഫയിൽ വന്ന് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന വിവരം യസീദിന്റെ ആൾക്കാരുണ്ട്. കുറേ ആളാണ് ആ കൂഫയിൽ. യസീദ് തോന്നിയ പോലെ ഓന്റെ കൂടെ ജീവിക്കുന്ന കുറേ ആള്, കള്ളു കുടിക്കുക, പെണ്ണ് പിടിക്കുക, ഒരു തമ്മാടിത്തരത്തിനും പിന്നെ നിരോധമില്ല, എല്ലാത്തിനും ലൈസൻസ് ഉള്ള കുറേ ആള്. ഇവര് മുസ്ലിം റളിയല്ലാഹു അൻഹു വന്നിട്ട് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന വാർത്ത അറിഞ്ഞപ്പോ നുഅ്മാൻ ബിൻ ബഷീർ എന്ന് പറയുന്ന അന്നത്തെ കൂഫ ഗവർണർ നുഅ്മാൻ ബിൻ ബഷീറാണ്. ആ നുഅ്മാൻ ബിൻ ബഷീറിനെ സമീപിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നുഅ്മാൻ നോക്ക്, ഭരണത്തിനെതിരെ ജനങ്ങൾ ഇളകി മറിയുകയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഹുസൈനെ കൊണ്ടുവരാൻ മുസ്ലിം ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമിനെ പിടിച്ച് തടവിലിടക്കണം, ഇല്ലെങ്കിൽ മുസ്ലിമിനെ കഴുത്തറുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ ഭരണത്തിനെതിരാകും. നിങ്ങളും ആ ഭരണത്തിന്റെ കണ്ണിയാണ്. ഗവർണറോട് ഇവർ പറഞ്ഞ വാക്കാണത്. യസീദിന്റെ ഭരണത്തിന്റെ കണ്ണിയാ നിങ്ങൾ. യസീദ് അധികാരത്തിലിരുന്നാലേ നിങ്ങൾക്ക് ഗവർണറാകാൻ പറ്റൂ. യസീദ് അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടാൽ, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളും അധികാരത്തിലുണ്ടാവൂല. അതുകൊണ്ട് മുസ്ലിമിനെ പിടിച്ച് ജയിലടക്കാനോ കൊല്ലാനോ നിങ്ങൾ തന്റെ ഇടം കാണിക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാനെ പേടിക്കുന്ന റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന നുഅ്മാൻ ബിൻ ബഷീർ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്ത് വിവരക്കാടാണ് പറഞ്ഞത്, എന്ത് വൃത്തികേടാണ് പറഞ്ഞത്, എന്ത് തോന്നിയാസം വിളിച്ച് പറഞ്ഞത്. മുസ്ലിം ഖൈലി നാട്ടിൽ വന്നിട്ട് പരിശുദ്ധ ദീനിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. ദീനിനെതിരെ എന്തൊക്കെ ചെയ്താൽ ഞാൻ പിടിച്ചു കിട്ടും, കഴുത്തറക്കും. പക്ഷെ ദീനിനെതിരെ ഒന്നും മൂപ്പര് ചെയ്യാത്ത കാലത്തോളം എനിക്കതിന് പറ്റില്ല എന്ന് ഒറ്റയടിക്ക് ആ ഹംകളോട് മറുപടി പറഞ്ഞിട്ട് ഇവര് നേരെ ഡമസ്കസിലേക്ക് പോയി. ഡമസ്കസ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി. ആ നഗരിയിലെ ദാറുൽ ഇമാറത്ത്, രാജകൊട്ടാരം. ആ കൊട്ടാരത്തിലേക്ക് ഇവർ കയറിപ്പോയി. രാജാവ് യസീദിനെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഏ യസീദേ, നോക്ക്, ഒരു വാർത്ത അറിയിക്കാനുണ്ട്. കേട്ടാനേ രാജ കേട്ടാനേ, മനക്കൂട്ട നീയുമുയർത്താനേ.